അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഭൂമിയിൽ ഇന്നലെ വിട്ട ക്വസ്റ്റ്യനുകളുടെ ഉത്തരമാണ് അയക്കാൻ പോകുന്നത്. ചിലത് പറയുമായിരിക്കും ചെയ്യുക, കഴിയുന്നതും നമ്മൾ പറയും, എഴുതാൻ പറ്റുന്നത് എഴുതി കാണിക്കും. ഭൂമിയിൽ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം ഒസ്സ. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളം യമനിൽ നിന്ന് തീ ഉയരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ ഷാഫി ഇമാം. ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. സത്യവിശ്വാസിയുടെ കടമയാണ് പ്രകൃതി സംരക്ഷണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്ബറയുള്ളത് ഈജിപ്തിൽ. ഓക്കെ, ഈ എണ്ണം ശരിയായാൽ 7 മാർക്ക് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി ബാക്കിയുള്ള രണ്ടാമത്തെ സെഷൻ കഴിയുന്നത് എഴുതും. കൂടുതൽ എഴുതാനുള്ളത് നമുക്ക് പ്രയാസമാണ്, വൃത്തി ഉണ്ടാവില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 15-ാം വയസ്സിൽ ഫത്വ നൽകാൻ സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. കൂടുക, വർദ്ധിക്കുക, സ്ഥലമല്ല, വർദ്ധിക്കുമെന്നാണ് വേണ്ടത്. വർദ്ധിക്കും. നല്ലോണം ക്ലിയർ ആവില്ല കേട്ടോ. നമ്മുടെ കോച്ചിങ് ഉണ്ട്, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത്. മാലിന്യം നിക്ഷേപിക്കരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസുകൾ മനപ്പാടാക്കി. 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമാക്കി. കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. തകരുന്നത്. അപ്പോൾ കുറഞ്ഞ അടയാളങ്ങളൊക്കെ പഠിച്ചു വെച്ചോലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തത് വിട്ടു പോകാൻ പാടില്ല, ഫുള്ള് വായിക്കണം എന്നർത്ഥം. ധൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നേരത്തെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ 2 വർഷവും വന്ന ക്വസ്റ്റ്യനാണ്. 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടാക്കി. റമളാനിൽ എല്ലാ ദിവസവും 2 ഖത്തം ഓതാറുണ്ട് ഷാഫി ഇമാം. സ്ഥലമില്ലാത്തത് കൊണ്ടാട്ടോ, റളിയല്ലാഹു അൻഹു എന്നൊക്കെ എഴുതണം. പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി സുന്നത്ത്. ഓക്കെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനപ്പാടമാക്കിയ രീതി അത് നമുക്കിവിടെ എഴുതാൻ കഴിയില്ല. വലത് കൈയിൻ്റെ വിരലുകൊണ്ട് ഇടത് കൈയിൽ എഴുതി എടുക്കുന്ന ക്ലാസ് അപ്പോൾ തന്നെ മനപ്പാടമാക്കുന്ന ശൈലിയായിരുന്നു ഷാഫി ഇമാമിൻ്റെത്. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളം 2 എഴുതുക. കള്ളുകുടി വർദ്ധിക്കുക, പോലെ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ എണ്ണം കൂടുക, കൊലപാതകം വർദ്ധിക്കുക, ഇഷ്ടമുള്ളത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെക്കുറിച്ച് ഷാഫി ഇമാം പറഞ്ഞു എന്ത്? ബഗ്ദാദിൽ ഉത്തരാണ് പറയുന്നത്, ഏതാ പ്രയാസമാണ്. ബഗ്ദാദിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെക്കാളും അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ധൂർത്തടിക്കുന്നവനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാനു ശയാത്തീൻ, അവർ ശൈത്താന്മാരുടെ സഹോദരന്മാർ. കൃഷിയുടെ പ്രാധാന്യം അല്ലേ, നമ്മൾ പാടെടുത്ത സമയത്ത് വിശദമായി പറഞ്ഞിരുന്നു. ഒരാളൊരു മരം നട്ടാൽ അതിന് കായ്ക്കുന്ന ഫലത്തിൽ നിന്ന് ആരൊക്കെ ഭക്ഷിച്ചു അതൊക്കെ അവനക്ക് സ്വതക്കയാണ്. ഖിയാമത്ത് നാളിൻ്റെ തലേന്ന് പോലും ഒരു മരം നട്ടാൽ ചെടി കിട്ടുകയാണെങ്കിൽ നടണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. പിന്നെ പ്രകൃതിയെ നശിപ്പിക്കരുത്, ഇതൊക്കെ ഒരുപാട് ഹദീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ മരങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല.
ജലാശയങ്ങളിലോ അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുകയോ മലമൂത്ര വിസർജനങ്ങളൊന്നും പാടില്ല. ഇത് കൃഷി ഒരു സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യണം. നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അമാന്ത നഷ്ടപ്പെടൽ അടയാളമാണ് എന്തിൻ്റെ? ഖിയാമത്ത് നാളിൻ്റെ. ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകൾ. ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്, 2 വർഷവും വന്ന ക്വസ്റ്റ്യനാണ്, വളരെ പ്രധാനം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജനിച്ചത് എവിടെ? ബഗ്ദാദിൽ. അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ. മക്ക, മദീന, ഇറാഖ്, യമൻ, ഈജിപ്ത്. ഇതൊക്കെ എഴുതാം. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. 1. സ്ത്രീകൾ വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും, കൊലപാതകം വർദ്ധിക്കും, പള്ളികളിൽ നിന്ന് ശബ്ദകോലാഹലങ്ങൾ വർദ്ധിക്കും. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യങ്ങൾ എഴുതുക. മരങ്ങൾ നടുക, പിന്നെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുക. ഇതൊക്കെ അതിലെഴുതാം. പണ്ഡിതൻ നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അദ്ദേഹം ഭരണകൂടത്തിൽ നിന്ന് സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്ന ഒരാളായിരുന്നു. ധൂർത്തിനെ കുറിച്ച് എഴുതാൻ. ധൂർത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിനപ്പുറത്ത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ഹറാമായ കാര്യങ്ങളിൽ അമിതമായിട്ട് ആവശ്യത്തിലപ്പുറം ചെലവഴിക്കുന്നതിനാണ് ധൂർത്തെന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നത് ധൂർത്തടിക്കുന്നത് ശൈത്താൻ്റെ സ്വഭാവമാണ്, അവർ ശൈത്താന്മാരുടെ സ്വഭാവമാണ്. ഇതൊക്കെ അവിടെ എഴുതാൻ പറ്റും. മുസ്ലിമീങ്ങൾ അവർ മിതമായി ചെലവഴിക്കുന്നവരാണ്, അവർ അമിതമായൊന്നും ചെലവഴിക്കുകയില്ല. ഇത്രയാണ്. നമ്മൾ ചെറിയൊരു ക്വസ്റ്റ്യനാണ്. 2 കൊല്ലത്തെ ഈ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യനുകളെ കളക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. ഇത് ഫുള്ള് ശരിയായവർ 100-ൽ 100 മാർക്ക് ഇടുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.